ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. എല്ലാവർക്കും ശ്രീ സായി സച്ചരിത പാരായണത്തിലേക്ക് സ്വാഗതം. ഞാൻ ഹിമ. ഇന്ന് പാരായണം ചെയ്യുന്നത് ചാപ്റ്റർ 45. കാക്കാ സാഹിബിന്റെ സന്ദേഹവും ആനന്ദറാവുവിന്റെ ദർശനവും. മരപ്പലക ബാബയുടെ കിടപ്പിടമാണ്, ഭഗത്തിൻ്റെതല്ല. മുഖവുര. കഴിഞ്ഞ 3 അധ്യായങ്ങളിൽ ബാബയുടെ മഹാസമാധിയെപ്പറ്റി വിവരിച്ചു. ബാബയുടെ ക്ഷണിക ശരീരം നമ്മുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നത് ശരിയാണ്. പക്ഷേ ബാബയുടെ സൂക്ഷ്മ ശരീരവും പ്രചോദനവും ശാശ്വതങ്ങളാണ്. ബാബ ജീവിച്ചിരുന്ന കാലത്തെ ലീലകളെയാണ് ഇതുവരെ പ്രസ്താവിച്ചത്. മഹാസമാധിക്ക് ശേഷവും പുതിയ ലീലകൾ ഉണ്ടാവുകയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇത് ബാബ എന്നും ജീവിച്ചിരിപ്പുണ്ടെന്നും സദാ ഭക്തന്മാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും തെളിയിക്കുന്നു. ബാബയെ ദേഹത്തോടുകൂടി കണ്ടവർ മഹാഭാഗ്യവാന്മാർ തന്നെ. പക്ഷേ അവരിലാർക്കെങ്കിലും നിസ്സംഗ മനോഭാവം വളരാതെ ഈശ്വരവിശ്വാസം ഉറച്ചു കിട്ടിയില്ലെങ്കിൽ അത് നിർഭാഗ്യമെന്നേ പറയാവൂ. അന്നും ഇന്നും വേണ്ടത് ബാബയോടുള്ള അകമഴിഞ്ഞ ഭക്തിയാണ്. മനോബുദ്ധ്യഹങ്കാരങ്ങളെ കൊണ്ടും അവയവങ്ങളെ കൊണ്ടും ഒരു സമ്മിളിതമായ ആരാധനയാണ് നാം ബാബയ്ക്ക് ചെയ്യേണ്ടത്. ചില അവയവങ്ങളെ കൊണ്ട് ആരാധിച്ച് മറ്റുള്ളവ അതിൽ വ്യാപരിക്കാതിരുന്നാൽ ആ ആരാധന പ്രയോജനരഹിതമാണ്. ആരാധനയോ ധ്യാനമോ ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണ മനസ്സാലെ ആയിരിക്കേണ്ടതാണ്. ഒരു പതിവ്രതയ്ക്ക് ഭർത്താവിനോടുള്ള ഭക്തിയെ ചിലപ്പോൾ ശിഷ്യന് ഗുരുവിനോടുള്ള ഭക്തിയായി ഉപമിക്കാറുണ്ട്. എങ്കിലും ആദ്യത്തേത് രണ്ടാമത്തേതിനേക്കാൾ എത്രയോ ലഘുവാണ്. ഗുരുഭക്തിക്ക് സാമ്യമായി മറ്റൊന്നില്ല. ജീവിത ലക്ഷ്യം പ്രാപിക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കന്മാരോ സഹോദരങ്ങളോ ബന്ധുക്കളോ ഒന്നും തന്നെ നമ്മെ സഹായിക്കുന്നില്ല. ആ മാർഗം നാം ഒറ്റയ്ക്ക് നടന്നു പോകേണ്ടതാണ്. നമുക്ക് സത്യാവിവേചനം വേണം. ഇഹത്തിലും പരത്തിലുമുള്ള ഭോഗാസക്തി ഉപേക്ഷിച്ച് മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രണാതീതമാക്കി വേണം മോക്ഷത്തെക്കുറിച്ച് മാത്രം ശ്രദ്ധിക്കുവാൻ. മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിന് പകരം നമുക്ക് നമ്മിൽ തന്നെ പൂർണ്ണ വിശ്വാസമുണ്ടായിരിക്കലാണ് പ്രധാനമായും വേണ്ടത്. വിവേകത്തോടെ വീക്ഷിച്ചാൽ നമുക്ക് ലോകം ക്ഷണികവും മിഥ്യയുമാണെന്ന് ബോധ്യമാവും. ലൗകികങ്ങളിൽ ആസക്തി ചുരുങ്ങി വന്ന് അവസാനം നിസ്സംഗത്വവും അനാസക്തിയും നമുക്ക് കൈവരുന്നു. ബ്രഹ്മം എന്നത് ഗുരുവല്ലാതെ മറ്റാരുമല്ലെന്ന ബോധം നമ്മിൽ ഉണ്ടായി വന്നാൽ നാം ബ്രഹ്മത്തെ സകല ചരാചരങ്ങളിലും വ്യാപൃതമായി കണ്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങുന്നു. ഇതാണ് ഏകഭാവമായ ആരാധന. ഇങ്ങനെ നാം പരിപൂർണ മനസ്സാലെ ബ്രഹ്മനെയോ ഗുരുവെയോ ആരാധിച്ചാൽ നമുക്ക് ദൈവത്തോട് ഐക്യം കൈവന്ന് പൂർണ്ണാനുഭവവും ബോധവും സിദ്ധിക്കുന്നു. ചുരുക്കത്തിൽ സദാ ഗുരുനാമം ജപിച്ച് ഗുരുവെ സ്മരിച്ചാൽ നമുക്ക് ഗുരുവിന്റെ സാക്ഷാത്കാരം സകല ജീവജാലങ്ങളിലും അനുഭവപ്പെട്ടു നാം ലക്ഷ്യത്തെ പ്രാപിക്കുന്നു. താഴെ പറയുന്ന കഥ അതിന് ഉദാഹരണമാണ്. കാക്കാ സാഹിബിന്റെ സന്ദേഹവും ആനന്ദറാവുവിന്റെ ദർശനവും. സായിബാബ കാക്കാ സാഹിബിനോട് ശ്രീ ഏകനാഥിന്റെ ഭാഗവതവും ഭാവാർത്ഥ രാമായണവും നിത്യപാരായണം ചെയ്യാൻ നിർദ്ദേശിച്ചത് പരക്കെ അറിയപ്പെടുന്ന കാര്യമാണ്. ബാബ ഉള്ള കാലത്തും സമാധിക്ക് ശേഷവും കാക്കാ സാഹിബ് പാരായണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ബോംബെയിലുള്ള കാക്കാ മഹാജനിയുടെ വീട്ടിൽ വെച്ച് കാക്കാ സാഹിബ് രാവിലെ ഏകനാഥ് ഭാഗവതം വായിക്കുകയായിരുന്നു. മാധവറാവു ദേശ്പാണ്ഡെ എന്ന ശ്യാമയും കാക്കാ മഹാജനിയും വായന കേട്ടുകൊണ്ടിരുന്നു. അന്ന് വായിച്ചത് 11-ാം സ്കന്ധം 2-ാം അധ്യായമായിരുന്നു. അതിൽ ഋഷഭന്റെ വംശത്തിലെ 9 നാഥന്മാർ അഥവാ സിദ്ധന്മാരായ കവി, ഹരി, അന്തരീക്ഷ, പ്രബുദ്ധ, പിപ്പലായൻ, അവിർഹോത്ര, ദ്രുമില, ചാമസ്, കരഭജൻ എന്നിവർ ഭഗവത് ധർമ്മത്തെ ജനക മഹാരാജാവിന് വിവരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടമാണ് വായിച്ചിരുന്നത്. ജനകൻ ചോദിച്ച സുപ്രധാനമായ ചോദ്യങ്ങൾക്ക് നാഥന്മാർ വളരെ സംതൃപ്തമായ മറുപടി കൊടുക്കുന്നു. കവി ഭഗവത് ധർമ്മത്തെയും ഹരിഭക്തന്റെ ഗുണങ്ങളെയും അന്തരീക്ഷൻ മായയെയും പ്രബുദ്ധൻ മായയെ വിജയിക്കുന്നതിനെയും പിപ്പലായൻ പരബ്രഹ്മത്തെയും അവിർഹോത്രൻ കർമ്മത്തെയും ദ്രുമിലൻ ദൈവാവതാരത്തെയും അവരുടെ കൃത്യങ്ങളെക്കുറിച്ചും
ചമസ് ഭക്തനല്ലാത്തവന് മരണാന്തരം എന്ത് സംഭവിക്കുന്നു എന്നും കരഭജൻ വിവിധ കാലങ്ങളിൽ ദൈവാരാധന ചെയ്യേണ്ടുന്ന വിവിധ രീതികളെ പറ്റിയും വിവരിച്ചു. കലികാലത്ത് ഹരിഭക്തിയാണ് പ്രധാനമെന്ന് ചുരുക്കം. വായന കഴിഞ്ഞ് കാക്കാ സാഹിബ് മാധവറാവുവിനോടും മറ്റും നിരാശനായി പറഞ്ഞു. 9 നാഥന്മാരുടെയും ഭക്തിയെപ്പറ്റിയുള്ള പ്രഭാഷണം എത്ര വിസ്മയാവഹമാണ്. പക്ഷേ അതേസമയം അവ പ്രയോഗത്തിൽ വരുത്താൻ എത്ര പ്രയാസമാണ്. നാഥന്മാർ തികഞ്ഞ യോഗ്യന്മാരാണ്. അവർ പറഞ്ഞ മാർഗം വിഡ്ഢികളായ നമുക്ക് എങ്ങനെ ഫലപ്രദമാവും? നമുക്ക് അത് പല ജന്മങ്ങൾ കൊണ്ടും സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെ മുക്തി കിട്ടും? നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ലെന്ന് തോന്നുന്നു. കാക്കാ സാഹിബിന്റെ ഈ നിലപാട് ശ്യാമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ പറഞ്ഞു, ബാബ പോലെയുള്ള ഒരു രത്നത്തെ ഗുരുവായി കിട്ടിയ ഒരാൾ ഇങ്ങനെ വിലപിക്കുന്നത് കഷ്ടമാണ്. ബാബയിൽ പരിപൂർണ വിശ്വാസമുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? നാഥന്മാരുടെ ഭക്തി ശക്തവും ബലവത്തുമായിരിക്കാം. നമ്മുടേത് സ്നേഹവും ആദരവോടും കൂടിയതുമല്ലേ. ബാബ ആധികാരികമായി ഹരിനാമവും ഗുരുനാമവും ജപിച്ചാൽ മോക്ഷം കിട്ടുമെന്നും പറഞ്ഞതല്ലേ. പിന്നെ ഭയത്തിനും ആശങ്കയ്ക്കും എന്താണ് സംഗതി? മാധവറാവുവിന്റെ വിവരണം കൊണ്ടും കാക്കാ സാഹിബ് തൃപ്തനായില്ല. അന്ന് മുഴുവൻ അയാൾ വിശ്രമഹീനനും പരിഭ്രാന്തനുമായി കഴിഞ്ഞു. എങ്ങനെയാണ് നാഥന്മാരുടെ ശക്തി ഭക്തി ആർജിക്കുക എന്നതായിരുന്നു അയാളുടെ വിചാരം. അടുത്ത പ്രഭാതത്തിൽ താഴെ പറയുന്ന വിസ്മയം സംഭവിച്ചു. ആനന്ദറാവു പഖാഡെ എന്നു പേരായ ഒരാൾ അവിടെ ശ്യാമയെ അന്വേഷിച്ചു വന്നു. അന്നേരം ഭാഗവതം വായന നടക്കുന്നുണ്ട്. പഖാഡെ മാധവറാവുവിന്റെ അടുക്കലിരുന്ന് എന്തോ സ്വകാര്യം പറയുകയാണ്. അയാൾ സ്വകാര്യമായി അയാൾക്കുണ്ടായ സ്വപ്നദർശനത്തെപ്പറ്റി പറയുകയായിരുന്നു. അതുകൊണ്ട് വായനയ്ക്ക് ലേശം തടസ്സമായപ്പോൾ കാക്കാ സാഹിബ് വായന നിർത്തി. ശ്യാമയോട് എന്താണ് സംഗതി എന്ന് ചോദിച്ചു. ശ്യാമ പറഞ്ഞു, ഇന്നലെ നിങ്ങൾ സംശയം പ്രകടിപ്പിച്ചില്ലേ, ഇപ്പോൾ അതിന് വിശദീകരണം കിട്ടിയിരിക്കുന്നു. പഖാഡയുടെ ദർശനത്തെപ്പറ്റി കേൾക്കുക. അത് ഭക്തി പ്രകടനം ഗുരുപാദങ്ങൾ നമസ്കരിച്ചും ആരാധിച്ചും പാദസേവ ചെയ്തും മാത്രം സാധ്യമാണെന്ന് തെളിയിക്കുന്നു. എല്ലാവർക്കും ദർശനത്തെപ്പറ്റി കേൾക്കണമെന്നായി. കാക്കാ സാഹിബിന് പ്രത്യേകിച്ചും അവരുടെ ആവശ്യപ്രകാരം പഖാഡെ തന്റെ ദർശനത്തെപ്പറ്റി ഇപ്രകാരം പറയുവാൻ തുടങ്ങി. ഞാൻ ആഴക്കടലിൽ അരയ്ക്കു വെള്ളത്തിൽ നിൽക്കുകയാണ്. അവിടെ ഞാൻ പെട്ടെന്ന് സായിബാബയെ കണ്ടു. അദ്ദേഹം രത്നരചിതമായ ഒരു സിംഹാസനത്തിലിരുന്ന് പാദങ്ങൾ വെള്ളത്തിൽ വെച്ചിരുന്നു. ഞാൻ ബാബയുടെ രൂപം കൊണ്ട് അത്യധികം സന്തുഷ്ടനും സംതൃപ്തനുമായി. ദർശനം വളരെ വ്യക്തമായതിനാൽ ഒരു സ്വപ്നത്തിലാണെന്ന് പോലും കരുതി. മാധവറാവുവും അവിടെ നിൽക്കുന്നു. അയാൾ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞു, ആനന്ദറാവു ബാബയുടെ കാൽക്കൽ വീഴൂ. ഞാൻ ചോദിച്ചു, എനിക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പാദങ്ങൾ വെള്ളത്തിലല്ലേ. എങ്ങനെയാണോ എന്റെ ശിരസ് പാദങ്ങളിൽ വയ്ക്കുക? ഞാൻ നിസ്സഹായനാണ്. ഇത് കേട്ട അയാൾ ബാബയോട് പറഞ്ഞു, ഓ ദേവാ, അവിടുത്തെ പാദങ്ങളെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്കെടുത്താലും? ബാബ ഉടനെ പാദങ്ങൾ പുറത്തേക്കെടുത്തു. ഞാൻ അവ കടന്നു പിടിച്ച് നമസ്കരിച്ചു. ഇത് കണ്ട് ബാബ, പൊയ്ക്കൊള്ളൂ, നിനക്ക് നന്മ വരും. നിനക്ക് ഭയപ്പെടാനോ ആശങ്കയ്ക്കോ യാതൊന്നുമില്ല. ഒരു സിൽക്ക് കരയുള്ള ധോത്തി എന്റെ ശ്യാമയ്ക്ക് കൊടുക്കുക. നിനക്കതുകൊണ്ട് നേട്ടം വരും എന്ന് പറഞ്ഞു. ബാബയുടെ കൽപ്പനയ്ക്കനുസരിച്ച് ആനന്ദറാവു കൊണ്ടുവന്ന ധോത്തി കാക്കാ സാഹിബിനോട് ശ്യാമയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ശ്യാമ അത് വാങ്ങാതെ ബാബ തനിക്ക് എന്തെങ്കിലും സൂചന തരാതെ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ കാക്കാ സാഹിബ് നറുക്കിടുവാൻ തീരുമാനിച്ചു. സംശയമുള്ള കാര്യങ്ങളിലെല്ലാം നറുക്കിട്ട് തീരുമാനമെടുക്കൽ കാക്കാ സാഹിബിന്റെ ഒരു പതിവായിരുന്നു. ഇതിൽ സ്വീകരിക്കുക, ഉപേക്ഷിക്കുക എന്നീ വാക്കുകൾ എഴുതിയ 2 നറുക്കുകൾ ബാബയുടെ പടത്തിന്റെ കാൽക്കൽ വെച്ച് ഒരു കുട്ടിയെ കൊണ്ട് നറുക്കടിപ്പിച്ചു. സ്വീകരിക്കുക എന്നെഴുതിയ നറുക്ക് എടുത്തതുകൊണ്ട് ധോത്തി മാധവറാവുവിന് കൊടുക്കുകയും അയാൾ സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ മാധവറാവുവും ആനന്ദറാവുവും സംതൃപ്തരാവുകയും കാക്കാ സാഹിബിന്റെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ഈ കഥ മറ്റു ഋഷിമാരുടെ വാക്കുകൾ ബഹുമാനിക്കണമെന്നും അതേസമയം നമ്മുടെ ഗുരുവിന്റെ വാക്കാണ് നമുക്ക് ഏറ്റവും വലുതെന്നും ആ ഉപദേശം സദാ അനുസരിക്കണമെന്നും തെളിയിക്കുന്നു. കാരണം ഗുരുവിനാണ് മറ്റാരേക്കാളും നമ്മുടെ കാര്യം കൂടുതൽ അറിയുക എന്നത് തന്നെ. ബാബയുടെ താഴെ കാണുന്ന വാക്കുകൾ ഹൃദയത്തിൽ കൊത്തിവെക്കുക. ലോകത്തിൽ അസംഖ്യം ഋഷിമാരുണ്ട്. പക്ഷേ നമ്മുടെ ഗുരുവാണ് യഥാർത്ഥ ഗുരു.
മറ്റുള്ളവർ പല നല്ല കാര്യങ്ങളും പറഞ്ഞിരിക്കാം, പക്ഷേ നാം നമ്മുടെ ഗുരുവാക്യങ്ങൾ ഒരിക്കലും മറക്കരുത്. ചുരുക്കത്തിൽ നിങ്ങൾക്ക് തന്നെ പരിപൂർണമായും അർപ്പിച്ച് ബഹുമാന പുരസ്സരം ഗുരുപാദങ്ങളിൽ പ്രണമിച്ചാൽ നിങ്ങൾക്ക് യാതൊരു സംസാരസാഗരവും കടക്കുവാനില്ലെന്നും സൂര്യന് മുന്നിൽ ഇരുട്ട് നിൽക്കില്ലെന്നും ബോധ്യമാവും. മരപ്പലക ബാബയ്ക്ക് കിടക്കാനാണ്, ഭഗത്തിനല്ല. ആദ്യകാലങ്ങളിൽ ബാബ 4 മുഴം നീളവും 1 മുഴം വീതിയുമുള്ള ഒരു പലക കെട്ടിത്തൂക്കി 4 ഭാഗവും മൺവിളക്ക് കത്തിച്ചു വെച്ചാണ് ഉറങ്ങിയിരുന്നത്. പിന്നീട് ബാബ പലക തല്ലിപ്പൊളിച്ച് വലിച്ചെറിഞ്ഞു. ഒരിക്കൽ ബാബ ഈ പലകയുടെ മഹത്വം കാക്കാ സാഹിബിന് വിവരിച്ചു കൊടുക്കുകയായിരുന്നു. ഇത് കേട്ട് അയാൾ ബാബയോട് പറഞ്ഞു, അവിടുന്ന് ആ പലകയെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ വേറെയൊന്ന് മസ്ജിദിൽ അങ്ങേക്ക് ഉറങ്ങാനായി കെട്ടിത്തൂക്കിത്തരാം. ബാബ അതിന് ഞാൻ മഹൽസാപതിയെ നിലത്ത് കിടത്തി മേലെ കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ കാക്കേ സാഹിബ്, എന്നാൽ ഞാൻ മഹൽസാപതിക്ക് മറ്റൊരു പലകയും ഏർപ്പാട് ചെയ്യാം. ബാബ, അവൻ അങ്ങനെ പലകയിൽ ഉറങ്ങാൻ കഴിയും? പലകയിൽ ഉറങ്ങിയാൽ എളുപ്പമല്ല. വളരെയധികം സൽഗുണങ്ങളുള്ളവനെ അത് കഴിയൂ. കണ്ണ് വെട്ടിത്തുറന്നുറങ്ങാൻ കഴിയുന്നവനെ അത് സാധിക്കൂ. ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ പലപ്പോഴും മഹൽസാപതിയോട് എൻ്റെ അടുക്കൽ ഇരിക്കാൻ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ കൈവച്ച് ഭഗവത് നാമജപം നടക്കുന്നില്ലേ എന്ന് നോക്കാൻ പറയും. ഞാൻ ഉറങ്ങുന്നത് കണ്ടാൽ ഉണർത്താൻ പറയും. അവൻ അതുപോലും ചെയ്യാനാവുന്നില്ല. അവൻ തന്നെ ഉറക്കത്തിൽ വന്ന് ആടുന്നുണ്ടാവും. അവൻ്റെ കയ്യിലെ ഭാരം കല്ലുപോലെ എൻ്റെ ഹൃദയത്തിൽ തോന്നുമ്പോൾ ഞാൻ ഓ ഭഗത് എന്ന് വിളിച്ചാൽ അവൻ ഇളകി കണ്ണു തുറക്കും. നിലത്ത് തന്നെ ഇരുന്നുറങ്ങാൻ വയ്യാതെ ഇരിപ്പുറയ്ക്കാത്ത നിദ്രയ്ക്കടിമയായ അവൻ എങ്ങനെ ഉയരത്തിൽ പലകയിൽ ഉറങ്ങാൻ കഴിയും? മറ്റു പല അവസരങ്ങളിലും ബാബ ഭക്തന്മാരോടുള്ള പ്രേമം കൊണ്ട് പറയും, നമ്മുടേത് എന്തായാലും നമ്മുടെ കൂടെയുണ്ട്. നല്ലതായാലും ചീത്തയായാലും മറ്റൊരുത്തിന് എന്താണുള്ളതെങ്കിൽ അവൻ്റെ കൂടെയുണ്ട്. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം സായിറാം. ജയ് മോഹൻജി.